അസ്സലാമലൈക്കും. നമ്മുടെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ വല്ലാത്തൊരു ഭാരം തോന്നാറില്ലേ? ആ ഒരു സമയത്ത് ഒരൊറ്റ വാക്ക് മതിയാകും നമ്മുടെ മനസ്സിന് ആശ്വാസം കിട്ടാൻ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഖുർആനിലെ 5-ാം ജുസിലെ അത്തരത്തിലുള്ള കുറച്ച് പ്രതീക്ഷയുടെയും ആശ്വാസത്തിന്റെയും വചനങ്ങളാണ്. നമ്മളിൽ പലരുടെയും മനസ്സിൽ എപ്പോഴെങ്കിലുമൊക്കെ വരുന്നൊരു ചോദ്യമുണ്ട് അല്ലേ? ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തുപോയി. ഇതൊക്കെ കഴിഞ്ഞിട്ടും അല്ലാഹു എന്റെ പശ്ചാത്താപം സ്വീകരിക്കുമോ? എന്റെ പാപങ്ങൾ പുറത്തു തരുമോ? ഈയൊരു ചിന്തയുടെ ഭാരം അനുഭവിക്കാത്തവർ നമ്മളിൽ കുറവായിരിക്കും. അപ്പോ ഈയൊരു വലിയ ചോദ്യത്തിന് അല്ലാഹു തരുന്നത് വെറുമൊരു മറുപടിയല്ല, അതൊരു ഉറപ്പാണ്, ഒരു വാഗ്ദാനമാണ്. സൂറത്ത് നിസായിൽ വരുന്ന ആ ശക്തവും മനോഹരവുമായ വാഗ്ദാനത്തിലേക്കാണ് നമ്മളിനി നോക്കുന്നത്. ഈ ആയത്തൊന്ന് ശ്രദ്ധിക്കൂ. നിങ്ങളോടെ നിരോധിക്കപ്പെട്ട വൻ പാപങ്ങൾ നിങ്ങൾ വെടിയുന്ന പക്ഷം നിങ്ങളുടെ തിന്മകളെ നാം മായ്ച്ചു കളയുകയും ആദരണീയമായൊരു സ്ഥാനത്ത് നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നതാണ്. സുബ്ഹാനല്ലാ, എത്ര മനോഹരമായൊരു ഓഫറാണല്ലേ ഇത്! അപ്പോ ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ, നിങ്ങളെ ജീവിതത്തില് വലിയ പാപങ്ങൾ ചെയ്യാതിരിക്കാൻ ആത്മാർത്ഥമായി ഒന്ന് പരിശ്രമിച്ചാൽ മതി. നമ്മൾ അറിയാതെ മനുഷ്യസഹജമായി സംഭവിക്കുന്ന ചെറിയ തെറ്റുകളൊക്കെ അല്ലാഹു അങ്ങ് മായ്ച്ചു കളയും. ഇത് നമുക്കെല്ലാവർക്കും ഒരു വലിയ പ്രതീക്ഷ തരുന്നൊരായത്താണ്. അപ്പൊ നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായും ഒരു ചോദ്യം വരും: എന്തൊക്കെയാണ് ഈ വൻപാപങ്ങൾ, അല്ലേ? ഖുർആൻ അതിനൊരു കൃത്യമായ ലിസ്റ്റ് തരുന്നില്ല. പണ്ഡിതന്മാർ പറയുന്നത് എന്താന്ന് വെച്ചാല് അതിലൊരു വലിയ യുക്തിയുണ്ട്. ഒരു ലിസ്റ്റ് തന്നാൽ ചിലപ്പോൾ നമ്മൾ അതുമാത്രം ഒഴിവാക്കി ബാക്കിയുള്ളവയിലൊക്കെ അശ്രദ്ധ കാണിച്ചേക്കാം. എന്നാൽ എല്ലാ പാപങ്ങളെയും സൂക്ഷിക്കാനും ഇഹ്സാൻ എന്ന ആ ഒരു ഉന്നത പദവിയിലേക്ക് എത്താനുമാണ് അല്ലാഹു നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അപ്പോ ഈ വൻപാപങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കാൻ ശ്രമിക്കുമ്പോഴുണ്ടല്ലോ, നമ്മളെ അതിലേക്ക് വീഴ്ത്താൻ സാധ്യതയുള്ള ഒരു വലിയ കെണിയെക്കുറിച്ച് ഖുർആൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതാണ് അസൂയ. അല്ലാഹു പറയുകയാണ്, നിങ്ങളിൽ ചിലർക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതലായി അല്ലാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളോട് നിങ്ങൾക്ക് മോഹം തോന്നരുത്. പക്ഷേ അല്ലാഹു അവിടെ നിർത്തുന്നില്ല. അതിനുള്ള പരിഹാരം കൂടി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹുവോട് അവന്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടുകൊള്ളുക. അപ്പൊ നോക്കൂ, ഇവിടെ 2 വഴികളുണ്ട്. ഒന്ന്, മറ്റുള്ളവർക്ക് കിട്ടിയതിലേക്ക് നോക്കിയിരിക്കുക. അത് നമ്മളെ ഒരുതരം നിരാശയിലേക്കും ചിലപ്പോ പാപത്തിലേക്കും കൊണ്ടെത്തിക്കും. മറ്റേ വഴി എന്താണ്? നമ്മുടെ നോട്ടം നേരെ അല്ലാഹുവിലേക്ക് തിരിക്കുക. അവന്റെ ഔദാര്യത്തിനു വേണ്ടി അവനോട് ചോദിക്കുക. അത് നമുക്ക് ബഹുമാനവും പ്രതിഫലവുമാണ് നൽകുന്നത്. സിമ്പിളായി പറഞ്ഞാല്, നിങ്ങളുടെ ആഗ്രഹങ്ങളെ അല്ലാഹുവിലേക്ക് തിരിച്ചുവിടുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓരോരുത്തർക്കും വിജയിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സാഹചര്യത്തിലാണ് അല്ലാഹു നമ്മളെ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് മറ്റൊരാളുടെ ജീവിതം കണ്ട് നമ്മൾ കൊതിക്കേണ്ട ആവശ്യമില്ല. പകരം നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു തുറന്നുതന്ന ആ നന്മയുടെ വാതിലേതാണെന്ന് കണ്ടെത്തുകയാണ് വേണ്ടത്. നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കിയാലോ? ഉമ്മയെ പരിചരിക്കുന്ന തിരക്കിലായതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ കഴിയാതെ പോയ ഉവൈസുൽ ഖർനി. അല്ലെങ്കിൽ നോമ്പു നോൽക്കാൻ പ്രയാസമുള്ള ഒരു പ്രായമായ വ്യക്തി ഖുർആൻ ഓതുന്നതിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നു. മക്കളെ സ്നേഹം കൊടുത്ത് നല്ല രീതിയിൽ വളർത്തുന്ന ഒരമ്മ. നമസ്കരിക്കാൻ പറ്റാത്ത ദിവസങ്ങളിൽ അല്ലാഹുവിന്റെ ആ കൽപ്പനയെ ക്ഷമയോടെ സ്വീകരിക്കുന്ന ഒരു സഹോദരി. പറയൂ, ഇതിൽ ആരുടെയെങ്കിലും വഴി മറ്റൊന്നിനേക്കാൾ നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഓരോരുത്തരും അവരവരുടെ സാഹചര്യത്തിൽ അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങൾ ചെയ്യുകയാണ്. ഉവൈസുൽ ഖർനിയുടെ ആ ഒരു കഥയുണ്ടല്ലോ, അത് നമ്മളെ ശരിക്കും ചിന്തിപ്പിക്കും. അദ്ദേഹത്തിന് പ്രവാചകനെ കാണാൻ പറ്റിയില്ല, ഒരു സ്വഹാബിയാകാനുള്ള അവസരം നഷ്ടമായി. കാരണമെന്താ? ഉമ്മയെ പരിചരിക്കുകയായിരുന്നു. പക്ഷെ അതായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് നൽകിയ സ്വർഗ്ഗത്തിലേക്കുള്ള വാതില്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അദ്ദേഹത്തിന്റെ ആ പ്രവൃത്തിയെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ വരുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ തന്നെ ഒരു അടിസ്ഥാന ശിലയിലേക്കാണ്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ ഒരു കാര്യം നമുക്ക് 100% ഉറപ്പിക്കാം: അല്ലാഹു ആരോടും അനീതി കാണിക്കില്ല. സൂറത്തു നിസായിലെ ഈ വചനം നമ്മുടെയെല്ലാം ഹൃദയത്തിൽ കുറിച്ചിടേണ്ട ഒന്നാണ്. തീർച്ചയായും അല്ലാഹു ഒരു അണുവിന്റെ തൂക്കവും അനീതി കാണിക്കയില്ല. എന്താണ് ഈ മിസ്ഖാല ദർറ? ഒരു അണുത്തൂക്കം, അതായത് ഒരു പൊടിപടലത്തിന്റെ അത്ര പോലും അനീതി അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല. 0, 0. അവന്റെ നീതി എപ്പോഴും പരിപൂർണമാണ്. ഓരോ കാര്യത്തിനു പിന്നിലും നമുക്കറിയാത്ത വലിയ യുക്തിയുണ്ടാകും. അപ്പോ അല്ലാഹു അനീതി ചെയ്യില്ല എന്ന് മാത്രമല്ല, അവന്റെ കാരുണ്യം എത്രത്തോളം വലുതാണെന്ന് കൂടി നമ്മൾ അറിയണം. അവന്റെ സ്നേഹം എപ്പോഴും അവന്റെ നീതിക്ക് മുകളിലായിരിക്കും. ആയത്തിന്റെ ബാക്കി ഭാഗമൊന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ. നമ്മളൊരു നല്ല കാര്യം ചെയ്താൽ അല്ലാഹു അതിനെ ഇരട്ടിപ്പിക്കും. എന്നിട്ട് അവന്റെ പക്കൽ നിന്ന് വലിയൊരു പ്രതിഫലം, അജ്റൻ അലീം തന്നെ നമുക്ക് നൽകും.
സുബ്ഹാനല്ലാ, ഒരു നന്മ ചെയ്യണമെന്ന് മനസ്സിലൊന്ന് വിചാരിച്ചാൽ പോലും അതിന് പ്രതിഫലമുണ്ട്. അത്രയേറെ നന്ദിയുള്ളവനാണ് നമ്മുടെ റബ്ബ്. അതുകൊണ്ട് ഈ ഒരു ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഈ ചോദ്യം ചോദിക്കാം. മറ്റൊരാൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിലേക്ക് നോക്കി അസൂയപ്പെടുന്നതിനു പകരം എനിക്ക് വേണ്ടി എന്റെ സാഹചര്യത്തിൽ അല്ലാഹു തുറന്നു തന്നിട്ടുള്ള ആ നന്മയുടെ വാതിലേതാണ്? അത് ചിലപ്പോ എന്റെ മാതാപിതാക്കളെ സേവിക്കുന്നതാവാം, മക്കളെ സ്നേഹത്തോടെ വളർത്തുന്നതാവാം, അല്ലെങ്കിൽ എന്റെ ജോലിയിലുള്ള സത്യസന്ധതയാവാം. ആ വാതിലേതാണെന്ന് കണ്ടെത്തി അതിലൂടെ നമുക്ക് മുന്നോട്ടു പോകാൻ ശ്രമിക്കാം.